ഇനി അക്കരെ നിന്നൊരു വോട്ടിലേക്കാണ് പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വഴി ദേശീയ ശ്രദ്ധ മാത്രമല്ല ആഗോളതലത്തിലും വയനാടിന് പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ പ്രവാസികൾക്കിടയിലെ ചർച്ചകളിലും വയനാട് മികച്ചു നിൽക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് മാത്രം മത്സരം ഏകപക്ഷീയമാകില്ലെന്ന അഭിപ്രായവും പ്രവാസികൾ പങ്കുവെക്കുന്നുണ്ട്. അക്കരെ നിന്നൊരു വോട്ടിന്റെ ഭാഗമായി ദുബായിൽ നിന്ന് MC നാസർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് നാട്ടിലായിരിക്കാം, എന്നാൽ ഗൾഫിലെ ബാച്ചിലർ റൂമുകളിലും അതോടൊപ്പം തന്നെ കഫ്റ്റീരിയകളിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അക്കരെ നിന്നൊരു വോട്ടിൻ്റെ ഭാഗമായി ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് വയനാടിനെ കുറിച്ചാണ്. ഇത് ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിലുള്ള ഒരു കഫ്റ്റീരിയയാണ്. ഇവിടെയുള്ള മലയാളികൾക്ക് വയനാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ത്രില്ലാണ്. കാരണം വയനാട് പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയ ഒരു PM കാൻഡിഡേറ്റ് വന്ന് മത്സരിക്കുമ്പോൾ അതിൻ്റെ വലിയ ത്രില്ലിലും വലിയ സന്തോഷത്തിലൊക്കെ തന്നെയാണ്. ഇന്ത്യയിലെ മതേതരത്വം സംരക്ഷിക്കാനായിട്ട് നെഹ്റു കുടുംബത്തിൽ നിന്നും ഒരു യുവാവ് ഇറങ്ങി വരുമ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക യുവജനങ്ങളും അദ്ദേഹത്തോടൊപ്പം അണിനിരക്കും എന്ന് ഏറെ പ്രതീക്ഷയുണ്ട്. അത് കോൺഗ്രസിനുമുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ തുറുപ്പുചീട്ട് ഇറക്കി കളിക്കുന്നത്. വയനാട്ടിനുള്ളിൽ മാത്രം രാഹുൽ തരംഗം തങ്ങി നിൽക്കുകയും ചുവപ്പ് തരംഗം മൊത്തം വയനാട് ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വയനാട്ടിൽ എന്തായാലും രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കും. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഞാൻ ആം ആദ്മി പാർട്ടിയുടെ സപ്പോർട്ടറാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. അപ്പം മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടി എന്തായാലും രാഹുൽ ഗാന്ധിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ UDF പ്രവർത്തകർക്ക് ഒരു ആവേശമാണെങ്കിലും ഇത് ഉത്തരേന്ത്യയിൽ നേരെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഈ വിഷയം ഹിന്ദുക്കളെ വിട്ടിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ഓടിപ്പോയി എന്നൊക്കെയുള്ളൊരു ചർച്ച നടക്കുന്നു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിയുടെ വിജയം ഏറെക്കുറെ എല്ലാവരും സുനിശ്ചിതമാക്കിയിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വയനാട്ടിൽ എതിർ ശബ്ദങ്ങൾ, അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി ആയാലും അതല്ലെങ്കിൽ സുനീർ ആയാലും അവർക്കും അവരുടേതായിട്ടുള്ള വോട്ടിംഗ് ശതമാനം ഉറപ്പിക്കേണ്ടതുണ്ട് എന്നാണ് അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വൃത്തങ്ങൾ ഇവിടെ ഗൾഫ് മേഖലയിലും പിന്നെ നമ്മോട് നടത്തിയിരിക്കുന്ന പ്രതികരണം.